ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മുടെ കടലിലെ വീഡിയോസൊക്കെ കണ്ടിട്ടല്ലേ. ഇന്ന് നമ്മൾ പോകാൻ പോണത് വള്ളത്തിലാണ്. അതും നമ്മുടെ അഴീക്കോടുള്ള ശ്രീകൃഷ്ണപ്രസാദം എന്ന് പറയുന്ന വള്ളത്തിലാണ് നമ്മളിന്ന് പോണേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അതായത് കടലിലെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം മോശമാണ്. ആർക്കും പണിയില്ല, അതായത് ബോട്ടുകാർക്ക് വള്ളക്കാർക്ക് എല്ലാവർക്കും പണി ഭയങ്കര മോശമുണ്ട്. മീൻ കിട്ടാനേ ഇല്ല. അപ്പോൾ ഈ വള്ളമാണെങ്കിൽ തന്നെ 2 ആഴ്ച കഴിഞ്ഞാണ് ഇപ്പോൾ കടലിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് പോയി നോക്കിയിട്ടേ അറിയാൻ പറ്റുള്ളൂ മീൻ കിട്ടുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടവരും മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. വീഡിയോന് ലൈക്ക് കൊടുക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ. വള്ളത്തിലെ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ല. മീനെ കണ്ടു കഴിഞ്ഞാൽ കറക്കിയിട്ട് അടിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള റിങ്ങും റോപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വള്ളത്തിൽ നമുക്ക് ഐസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഒരു ചെറിയ വള്ളം കൊണ്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതിലേക്കാണ് മീനെല്ലാം നമ്മൾ കയറ്റിയിട്ട് നേരെ ഹാർബറിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കണേട്ടാ. ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് എല്ലാം കഴുകി ഇവിടെ ചേട്ടന്മാർ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. വെട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനെ കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ നമ്മൾ കണ്ടിട്ടാണ് വലടിക്കണത്. അങ്ങനെ നമ്മുടെ ഹരിക്കുട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും ഹരിക്കുട്ടനും കൂടിയാണ് ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണപ്രസാദം വള്ളത്തിൽ വന്നത്. അപ്പോൾ ഈ മീൻ പിടിക്കണ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ മുൻഭാഗത്തായിട്ട് 2 പേര് ഇരിക്കണുണ്ട് മുകളിൽ. അവരെയാണ് നമ്മൾ ആര്യക്കാരെന്ന് പറയുന്നത്. അതായത് ഈ മീൻകൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ നിയന്ത്രണം മൊത്തം ആര്യക്കാരൻ പറയണ പോലെ ഇരിക്കുള്ളൂ. ഈ വള്ളം എങ്ങോട്ട് തിരിക്കണം അങ്ങോട്ട് ഇരിക്കണം. ഒരു മീൻകൂട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ വലടിക്കണോ വേണ്ടിയെന്ന് പറയാൻ സ്രാങ്കിന് നിർദ്ദേശം കൊടുക്കുന്നത് ആര്യക്കാരനാണ്. ഇപ്പോൾ ഒരു മീൻകൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു ഫിഷിംഗ് ടെക്നോളജിയിലൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന മീനുകളൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ കുറേയൊന്നും കിട്ടില്ല. മെയിനായിട്ട് ഇതിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാള, അയില, പിന്നെ ചെമ്മീൻ, അങ്ങനത്തെ മീനുകളായിരിക്കുള്ളൂ നമുക്ക് കൂടുതലും കിട്ടുന്നത്. അതായത് കടലിലെ മേലിൽ നിൽക്കുന്ന മീനുകളാണ് ഇതൊക്കെ. താഴെ കടലിൽ ആഴക്കടലിൽ പോയി മീൻ പിടിക്കണ വള്ളങ്ങളും ഇല്ല എന്ന് പറയാനുള്ള. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട മീൻകൂട്ടത്തിനെ ഉള്ളിലാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണുന്നത്. അതായത് ആ ഒരു മീൻകൂട്ടത്തിൻ്റെ ചുറ്റൂട്ട് നമ്മുടെ ഈ ഒരു വള്ളം ഇങ്ങനെ വല കറക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനുകളുള്ളിലായിരുന്നു നമുക്ക് ഏകദേശം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ആ ഒരു വല കൊണ്ടുവന്നിട്ട് ആദ്യം റോപ്പായിട്ട് ചാടിയ ചേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തോട്ടെ. അങ്ങനെ ആ ഒരു വലനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി വെക്കണ്ട. അതിൻ്റെ ഉള്ളിൽ മീനും ഉണ്ടാവട്ടെ. വല അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരു സൈഡിലും റോപ്പ് എടുത്ത് നേരെ വീഞ്ചിലേക്ക് കൊടുക്കട്ടെ. അപ്പോൾ പലരും ചിന്തിക്കണ്ടാവും ഈ മീൻ അടിയിൽ കൂടെ പോകൂലെന്ന്. ഒരിക്കലും പോകൂല. കാരണം വലയുടെ ഒരു സൈഡിനകത്ത് വെയിറ്റും ഒരു സൈഡിനകത്ത് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൊന്തിക്കിടക്കാനുള്ള ഒരു ബോയ പോലത്തെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ അടിക്കുമ്പോൾ തന്നെ വെയിറ്റുള്ള ഭാഗം നേരെ മണ്ണിൽ വന്ന് മുട്ടും. അപ്പോൾ ഈ മീൻ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. വീഞ്ചിൽ നമ്മുടെ റോപ്പ് എടുക്കും തോറും അടിയിൽ നിന്ന് വല ഇങ്ങനെ വലിഞ്ഞ് ചുരുങ്ങി വരും. അപ്പോൾ അതനുസരിച്ച് മീനുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും. പിന്നെ മീനുകൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വള്ളം കിടക്കുന്ന ആ ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ട്. അതും റോപ്പ് കയറി നമ്മൾ വല ആ സൈഡിലേക്ക് പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ വഴി മീനുകൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അതെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചാളി ഇങ്ങനെ ചാടി കളിക്കുന്നതാണ് കേട്ടോ. വെളുപ്പിന് അതിൻ്റെ പേരിൽ സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:45-7 മണിയായി വന്നുള്ളൂ. നല്ല മഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോങ്ങിലുള്ള കാര്യങ്ങളൊക്കെ അധികം സൂം ചെയ്യാൻ പറ്റണില്ല. കാരണം പൊട്ടി പോയിക്കൊണ്ടിരിക്കേണ്ടത് കണ്ട ചാള ചാടി കളിച്ചുകൊണ്ടിരിക്കണ നോക്കി. ശരിക്കും ചാള പുതക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വലനിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരും. പക്ഷെ അതിനുള്ള മീൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും പണി മോശമുള്ള. അപ്പം തൊട്ട് പുറകെ തന്നെ, അതായത് ഈ വല അടിച്ചതിൻ്റെ തൊട്ട് പുറകെ തന്നെ വേറൊരു വള്ളം പോകുന്നുണ്ട്. അതും നമ്മുടെ ബോട്ടിൻ്റെ, അതായത് നമ്മുടെ വള്ളത്തിൻ്റെ കാരിയർ ഉണ്ടാക്കണം എന്ന് ഓടിക്കൊണ്ടിരിക്കണം. അവരെന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി വല ഇടണതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് പന്നി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ വല, പന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽപ്പന്നി അല്ലെങ്കിൽ സീ പോർപോയ്സ് എന്നൊക്കെ പറയട്ടെ, അതായത് ഡോൾഫിൻ പോലെ ഇരിക്കുമെന്നുള്ളൂ. അപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വല കടിച്ച് കീറിക്കളയും. അപ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മി പഠിച്ചേക്കണ വലയുടെ ചുറ്റും വേറൊരു വലയും കൂടിയായിട്ട് നമ്മുടെ കരിയർ വെള്ളോട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണേനാ കണ്ടായിട്ടാ. മീനെ കണ്ട് വല അടിച്ചുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചേക്കണ വലനെ പിടിച്ച് നമ്മൾ തിരിച്ച് നേരെ വള്ളത്തിലേക്ക് ഇടേണ്ട.
അപ്പോൾ ഒരു വള്ളത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 പേര് 48 പേരൊക്കെ ഉണ്ടാകും. കാരണം ഇത്രയും ആളുകൾ വേണം നമുക്ക് ഈ ഒരു വലനെ പിടിച്ച് കയറ്റാനായിട്ട്. പിന്നെ വള്ളത്തിലെ പണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലെ പോലെയല്ല, ഭയങ്കര വ്യത്യാസമാണ്. ബോട്ടിൽ ഒരാൾ കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പണി ഉണ്ടെങ്കിലും പണിയില്ലെങ്കിലും 500 രൂപ ബാറ്റ് ഉണ്ടാവട്ടെ. പിന്നെ ഷെയർ കിട്ടുന്നതനുസരിച്ച് 60% മുതലാളിക്ക്, 40% തൊഴിലാളിക്ക്, അങ്ങനെയാണ് നമ്മുടെ ബോട്ടിനകത്ത്. പക്ഷേ വള്ളത്തിൽ ബാറ്റ് ഇല്ല. കാരണം ഒരു ദിവസം പോയി വന്ന് കയറുന്നതിൻ്റെ പേരിൽ ബാറ്റ് ഉണ്ടാവില്ല. ചില പേഴ്സിൻ ബോട്ടുകളുണ്ടാവും, അതായത് ചാള ബോട്ടിലൊക്കെ ബാറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വള്ളത്തിൽ ബാറ്റ് ഇല്ല കേട്ടോ. വള്ളത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു അത് 40% മുതലാളിക്കും 60% തൊഴിലാളികൾക്കാണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ വള്ളത്തിലെ ഷെയറിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകൂട്ടത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മുടെ വള്ളത്തിൻ്റെ വല വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ചെറിയ മീൻകൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല അടിക്കൂല. ചിലപ്പോൾ ഒരു മീൻകൂട്ടം തന്നെ 3-4 സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മീൻകൂട്ടത്തിന് ഏകദേശം നമ്മൾ വല അടിക്കാൻ നേരത്തെ അതിൻ്റെ ഉള്ളിൽ കിട്ടുമോ എന്നുള്ളൊരിത് നമ്മുടെ വള്ളത്തിലുള്ള വലയുടെ കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രമാറ് വല കയറി കഴിയുമ്പോൾ ഇങ്ങനെ കറങ്ങി ആ മീൻകൂട്ടത്തിന് ഉള്ളിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കണക്കുണ്ടാവും. അപ്പോൾ അത് ഒന്നിക്കണ വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മീൻകൂട്ടത്തിനാണ് അടിച്ചേക്കണത്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം പണി മോശമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല. മീൻ അത്യാവശ്യം വിലയുണ്ട്. അന്നികളെ എലടിയല്ല നാട്ടി പൊടിഞ്ഞ എലടിയല്ല ലംബ ഇടയും വേണ്ട എലടിയല്ല. ഒന്നും കൂടി മെഷീൻ അടിക്കണോ ഏറ്റടിഞ്ഞ് ഇന്ന കണ്ട് എലടിയല്ല നോക്കനോട്ട ഒരു 30-35 മിനിറ്റോളമായിട്ടുണ്ടാവും നമ്മൾ ഈ വല വലിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വല ഇപ്പം അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിയർ വള്ളം അടുത്ത് കണ്ട് ഈ വള്ളത്തിലേക്കാണ് നമ്മൾ മാലിന്യം കോരിയിട്ട് നേരെ ഈ മീനെ വള്ളത്തിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ മുളയുടെ കോലുണ്ട്, മുളയുടെ കഴക്കോലെന്ന് പറയട്ടോ മീനെ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിനെ അകത്തി പിടിക്കാനായിട്ടാണ്. വള്ളം ഇങ്ങനെ അടുത്തടുത്ത് വരും വല വലിക്കുന്നതനുസരിച്ച്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ഒരു ചെറിയൊരു കട്ടയുണ്ട്, ആ കട്ടയിനകത്ത് ഇങ്ങനെ കുത്തി പിടിച്ചു കഴിഞ്ഞാൽ വള്ളം അടുക്കൂല. അപ്പം ഇങ്ങനെ അകന്ന് തന്നെ ഇരിക്കും. എന്നിട്ട് നേരെ നമ്മുടെ മാല കൊണ്ട് മീനുള്ളിൽ നിന്ന് കോരിയിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ തൊട്ടപ്പുറം തന്നെ വേറൊരു വള്ളവും വല പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്കിപ്പടിച്ച വലയിൽ കിട്ടിയ ചാളയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ആ ചാളനെ നേരെ വള്ളത്തിലേക്ക് കോരി മാറ്റണേണ് ഈ കാണുന്നത്.
ഈ വിലക്ക് നമുക്ക് കിട്ടിയതാണ് ഈ കാണുന്നത് അരക്കള്ളി ചാളയോളം ഉള്ളൂട്ടാ. അപ്പോൾ ഇതായിട്ട് ഈ ഒരു ചെറിയ വെള്ളം നേരെ ഹാർബറിലേക്ക് ഇനി ഓടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കരിയർ വെള്ളം എന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ ഈ വലിയ വള്ളത്തിൽ മീൻ കയറ്റി പിന്നെ ബാക്കിയുള്ള മീൻ വേറെ വള്ളക്കാർക്കും കൊടുത്ത് പോയൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പണി ഭയങ്കര മോശമാണ്. അപ്പോൾ അതെ നമുക്ക് കറിക്കുള്ള മീനും കുറച്ചെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കാണുന്നത്. ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് നല്ല ഫ്രഷ് ചാളയാണ്, പെടക്കണ ചാളക്കറി കൂട്ടിയിട്ട് കുറേ നാളായി. മീൻ കുറവായതിൻ്റെ പേരിൽ നമ്മുടെ ഈ വെള്ളം നമ്മുടെ ഈ വലിയ വള്ളത്തിൻ്റെ ബാക്കിൽ കെട്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹാർബറിലേക്ക് ഓടുകയാണ്. ഇപ്പിട്ട വല ഒന്ന് കഴുകി കയറ്റണം. അതുപോലെ അഴിയിലെത്തി കഴിയുമ്പോൾ നമ്മിപ്പോൾ ഈ ചെറിയ കരിയർ വെള്ളം നേരെ മീനായിട്ട് ഹാർബറിലേക്ക് പോയി വിറ്റിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വള്ളക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെടക്കണ മീനൊക്കെ കിട്ടോട്ടെ, ഐസൊന്നും ഇടാത്തത്. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡ്, നമ്മുടെ ചാളപ്പണി കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.